ഇതും ഫേസ് 12 ഈ ഇടയ്ക്ക് നടന്ന ഫേസ് 12 എക്സാമിൻ്റെ 2024 ഫേസ് 12 എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് 3000 മീറ്റർ ഉള്ള ഒരു റേസിൽ എ ആണെങ്കിൽ ബിക്ക് ഒരു സ്റ്റാർട്ട് കൊടുക്കുവാണ് 400 മീറ്ററിൻ്റെ. അതായത് നീ ഒരു 400 മീറ്റർ മുമ്പിൽ ഓടിക്കോളാൻ പറയുവാണ്. ദെൻ എ ആണെങ്കിൽ 10 സെക്കൻഡ്, എന്നിട്ടും 10 സെക്കൻഡ് മുമ്പ് ജയിക്കുന്നുണ്ട്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇനി സെക്കൻഡ് കേസിൽ എ ബിക്ക് 750 സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഡെഡ് ഹീറ്റ് ആവും. ഡെഡ് ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഒന്നിച്ച് ഫിനിഷ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതാണ് ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഡെഡ് ഹീറ്റ് എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ച് ഫിനിഷ് ചെയ്യുന്നു. അതേപോലെ തന്നെ ആ ഒരു മത്സരത്തിന് രണ്ടുപേരും എടുത്തിട്ടുള്ള ടൈം സെയിം ആയിരിക്കും. ഓക്കെ, ഒരാൾ 10 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ മറ്റവനും 10 സെക്കൻഡ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം, സ്പീഡ് ഇൻറ്റു ടൈമാണ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈമാണ്. അപ്പോൾ ടൈം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയാം. അല്ലെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. അപ്പോൾ എൻ്റെയും ബിൻ്റെയും സ്പീഡിൻ്റെ റേഷ്യോ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, എൻ്റെയും ബിൻ്റെയും സ്പീഡിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് കേസിൽ അവർ പറയുന്നുണ്ട് എ ഗീവ്സ് ബി എ സ്റ്റാർട്ട് ഓഫ് 75. അതായത് എ 3000 ഓടുമ്പോൾ അവന് 750 കുറച്ച് ഓടിയാൽ മതി. അതായത് 2250 ഓടിയാൽ മതി. 2250 ഓടിയാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് ഈ 0 0 ക്യാൻസൽ ചെയ്യാം. ദെൻ 25 വെച്ച് കട്ട് ചെയ്യാം. 25 × 12 ആണ് 300. 25 × 9 ആണ് 225. ഇനി നമുക്ക് 3 വെച്ച് കട്ട് ചെയ്യാം. 4/3. ഇതാണ് അവരുടെ സ്പീഡിൻ്റെ റേഷ്യോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കേസ് കൺസിഡർ ചെയ്തു. ആദ്യത്തെ കേസിൽ അവർ എ ഗീവ്സ് ബി എ സ്റ്റാർട്ട്. ഓക്കെ, എ 3000 ഓടുമ്പോൾ ബിക്ക് 2600 ഓടിയാൽ മതി. അതാണ് എ ഗീവ്സ് ബി എ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ദെൻ ഞാനാണെങ്കിൽ ഇവിടെ ടൈമിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പോവാണ്. ഇവർ തമ്മിലുള്ള ടൈമിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഉണ്ട്, സ്പീഡിൻ്റെ റേഷ്യോ നമുക്കറിയാം. ഓക്കെ, സ്പീഡിൻ്റെ റേഷ്യോ ഇവിടെ ഞാൻ റേഷ്യോ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സ്പീഡിൻ്റെ റേഷ്യോ എടുത്താലും കുഴപ്പമില്ല. എന്റെ സ്പീഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 യൂണിറ്റ്, ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് 3 യൂണിറ്റ്. ഓക്കെ, ഞാൻ കട്ട് ചെയ്യാവുന്നതെല്ലാം കട്ട് ചെയ്ത് കളയുവാണ്. 2 0 കട്ട് ചെയ്തു. ദെൻ നമുക്ക് വേണമെങ്കിൽ ഇത് 15, ഇത് 13 എന്ന് എഴുതാം. ഓക്കെ, ദെൻ 45, ഈ 3 ഇങ്ങോട്ട് വന്ന് ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 45:39 ആണ് അവരുടെ ടൈമിൻ്റെ റേഷ്യോ. എൻ്റെയും ബിൻ്റെയും ടൈമിൻ്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് 45:52, സോറി 13 × 4 52. 13 × 4 52. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും ബി ആണ് ടൈം കൂടുതൽ എടുത്തിരിക്കുന്നത്, എ ടൈം കുറവാണ്. ഓക്കെ, എത്ര യൂണിറ്റ് കുറവാണ്? 7 യൂണിറ്റ് ടൈം കുറവാണ്. ആ 7 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ ആണ് 10 സെക്കൻഡ് എന്ന് പറയുന്നത്. 7 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ ആണ് 10 സെക്കൻഡ്. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ 10/7 എന്ന് പറഞ്ഞ് കിട്ടും. ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ 10/7 എന്ന് പറഞ്ഞ് കിട്ടും. നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് എയ്ക്ക് 3000 മീറ്റർ ഓടാൻ എത്ര ടൈം വേണം എന്നാണ് ചോദിക്കുന്നത്. ഈ കിടക്കുന്നത് 45 യൂണിറ്റ് എന്ന് പറയുന്നത് എയ്ക്ക് 3000 മീറ്റർ ഓടാൻ വേണ്ട ടൈമാണ്. അപ്പം നമുക്ക് 35 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 35 350/7, സോറി 45 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 45/7. ഓക്കെ, 7 × 6 42. 42 പോയിട്ട് 30 വരും. 30-ലാണെങ്കിൽ 4 പ്രാവശ്യം പോകും, 28. 28 പോയിട്ട് 20 വരും. 20-ലാണെങ്കിൽ ഓൾമോസ്റ്റ് 3ൻ്റെ അടുപ്പിച്ച്, ഏകദേശം 3ൻ്റെ അടുപ്പിച്ച് 21 വരുമല്ലോ. അപ്പോൾ ആക്ച്വലി ഇത് വരുന്ന 64.2828 അങ്ങനെ 2 പോയിന്റ് സംതിങ്ങാണ് വരുന്നത്. ഇത് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ 64.3 ആക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.